take some free time. Let's react to some videos. Welcome to TF Reacts. Okay, അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈസ് ഗോയിങ് ടു ബി കോഴിപ്പെരട്ട്. അതിൻ്റെ ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ ആണ്. അപ്പോൾ കോഴിപ്പെരട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ബി പാക്ക്, കാക്ക, ദേവലോക ആൻഡ് ദിസ് ഇസ് റിലീസ്ഡ് ബൈ MHB റെക്കോർഡ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതും ദേവലോക തന്നെയാണ്. ഐ തിങ്ക് ദേവലോകയാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ. പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കത് സോങ് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിനകത്ത് എനിക്ക് ആകെ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് കാക്കയാണ്. കാക്കയുടെ ഉണ്ണിമായൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആൻഡ് ഐ ലവ്ഡ്. പുള്ളിയുടെ ഒരു കാക്കയുടെ വിക്കി തഗ് റിയാക്ട് ചെയ്തൊരു പാട്ടുണ്ടല്ലോ, പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 18 അങ്ങനെ എന്തോ കണ്ടാന്ന് തോന്നുന്നു. ബട്ട് യെസ്, കാക്ക എനിക്കറിയാം. ബാക്കി രണ്ടുപേരും എനിക്ക് പുതിയ ആർട്ടിസ്റ്റുകളാണ്. ബട്ട് യെസ്, ലെറ്റ്സ് ഡു ചെക്ക് ദം ഔട്ട്. And without further ado, let's react. The park. അന്തസ്, മഴ, ജോയിസ്റ്റിക്ക്, PS5 വിത്ത് കൂട്ടുകാർ. ഒറ്റയ്ക്ക് ഞാൻ കളിക്കുന്നത്. എനിക്ക് കൂട്ടുകാരും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടത്തോളെ. ബട്ട് യെസ്, ഒറ്റയ്ക്കാണെങ്കിലും തീരെ പുറടിച്ച് ഞാൻ കളിക്കും. ഓക്കെ, അയ്യോ ഇത് ഓക്കെ. ബിഫോർ കോവിഡ് പീപ്പിൾ ഹൂ വെർ ആക്റ്റീവ്, മറ്റേ വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ നമ്മൾ എന്താ പറയുന്നത്, എല്ലാവരും ആക്റ്റീവ് ആയിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഓരോ സ്റ്റാറ്റസ്, മാസ്, BGM എന്താണെങ്കിലും. പിന്നെ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അവർക്കറിയാം ഈ BGM. ദിസ് റെഫറൻസ് ഇസ് ഫ്രം ബംബോലെ, അങ്ങനെയാന്ന് തോന്നുന്നു ആ പാടിൻ്റെ പേര്. ബംബോലെ, ബംബോലെ എന്നും പറഞ്ഞൊരു ശിവ ട്രാൻസ് കൈൻഡ് ഓഫ് ഒരു പാട്ടുണ്ടായിരുന്നു. മിക്ക മാസ് BGM-ൽ മാസ് വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പോസ്റ്റിലും ഈ ഒരു BGM ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാമെന്ന് തോന്നും. ഓക്കെ, ചെറിയ നെസ്റ്റ്. കൊട്ടാരം കോഴി, കൊട്ടാരം ഒട്ടാകത്തോഴി, എതിരാളി തട്ടെല്ലാം ചന്ദന കട്ടിലും എത്തയും അത്രയും വേദം. വേലകളില്ല ക്രിയകൾ ദാനം, പ്രിയല ഹോമം, ലോഹങ്ങൾ വേഗം. കൊട്ടാരം കോഴി, കൊട്ടാരം ഒട്ടാകത്തോഴി. ഓക്കെ, സോ കോഴി MLA വാട്ട്? മേളങ്ങളെല്ലാം മേലാളന വേണം, പാദങ്ങളായി വരമ്പിതു വേണം. വേദങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ട മാർഗം, ജഗനു പതിറ്റ് രാവണം വാഴും. രാവണൻ രാവണൻ രാവണം വാഴും. ചിറകുള്ളവനാ, ചിറയുടെ മുകളിൽ പറക്കാത്തവനാ, പൂങ്കാവനത്തിൽ കയറാത്തവനാ, കൂട്ടത്തിൽ ഇന്നിനി പൂവൻ ഞാനാ, പൂവൻ ഞാനാ. ചിറകുള്ളവനാ, ചിറയുടെ മുകളിൽ പറക്കാത്തവനാ, പൂങ്കാവനത്തിൽ കയറാത്തവനാ, കൂട്ടത്തിൽ ഇന്നിനി പൂവൻ ഞാനാ. ചിറകുള്ളവനാ, ചിറയുടെ മുകളിൽ പറക്കാത്തവനാ ആൻഡ് വാട്ട്, പൂങ്കാവനത്തിൽ കയറാത്തവനാ. ഓക്കെ, സോ കോഴിയെ ഇവിടെ രണ്ട് രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആദ്യത്തത് ഹീസ് കൊട്ടാരം കോഴി, കൊട്ടാരം ഒട്ടാകത്തോഴി എന്നും പറഞ്ഞ ഏതൊരു സം ബിഗ് ഷോട്ടിനെയാണ് കോഴിയായിട്ട് കാണിക്കുന്നത്. ബട്ട് കാക്കയുടെ വേഴ്സ് വരുമ്പോഴേക്കും ഹീസ് കോഴിയുടെ ഔട്ട്കാസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പറക്കാൻ ചിറകുണ്ട്, പക്ഷെ ചിറയുടെ മുകളിലേക്ക് പറക്കത്തില്ല, പൂങ്കാവനത്തിൽ കയറത്തില്ല എന്ന് പറഞ്ഞൊരു ഔട്ട്കാസ്റ്റ് രീതിയിലാണ് കോഴിയെ. So yeah, I don't know what they're trying to do, but okay. പാദങ്ങളായി വരമ്പിതു വേണം, വേദങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ട മാർഗം. ജഗനു പതിറ്റ് രാവണം വാഴും. രാവണൻ രാവണൻ രാവണം വാഴും. രാവണൻ രാവണൻ രാവണം വാഴും. ചിറകുള്ളവനാ, ചിറയുടെ മുകളിൽ പറക്കാത്തവനാ, പൂങ്കാവനത്തിൽ കയറാത്തവനാ, കൂട്ടത്തിൽ ഇന്നിനി പൂവൻ ഞാനാ, പൂവൻ ഞാനാ. ചിറകുള്ളവനാ, ചിറയുടെ മുകളിൽ പറക്കാത്തവനാ, പൂങ്കാവനത്തിൽ കയറാത്തവനാ, കൂട്ടത്തിൽ ഇന്നിനി പൂവൻ ഞാനാ, പൂവൻ ഞാനാ. ചുമന്നൊരു താടിക്ക് കുടമയാ ഞാനെന്ന്, ചുമടുകൾ ഏറുന്ന കുടുംബത്തിലാണെന്ന്, ചതുപ്പില് കാലുണ്ട്, ചതുപ്പില് കാലിന്റെ പാടുണ്ട്, കാലിന്റെ പാടുണ്ട്, പാടുണ്ട്. ചുമന്നൊരു താടിക്ക് കുടമയാ ഞാനെന്ന്, ചുമടുകൾ ഏറുന്ന കുടുംബത്തിലാണെന്ന്, ചതുപ്പില് കാലുണ്ട്, ചതുപ്പില് കാലിന്റെ പാടുണ്ട്, പാടുണ്ട്. ഓക്കെ, പൂവൻകോഴിയുടെ കാര്യം പറയാം. ചുമന്നൊരു താടിയുടെ ഉടമയാണ്. ഓക്കെ,
ബാക്കി മറന്നു പോകുന്നല്ലോ, പെട്ടെന്ന് മറന്നു. കുടുംബത്തിലാണെന്ന് ചതുപ്പില് കാലുണ്ട്, ചതുപ്പില് കാലിന്റെ പാടുണ്ട്, കാലിന്റെ പാടുണ്ട് പാടുണ്ട്. ചുമന്നൊരു താടിക്ക് കൂടമേ ഞാനെന്ന് ചുമടുകൾ ഏറുന്നു. കുടുംബത്തിലാണെന്ന് ചതുപ്പില് കാലുണ്ട്, ചതുപ്പില് കാലിന്റെ പാടുണ്ട്. ചുമന്നൊരു താടിയുടെ ഉടമയാണ് ഞാൻ. കുടുംബത്തിന്റെ ചുമട് തോളിലുണ്ട്. ആൻഡ് എനിക്ക് റൈം കിട്ടുന്നില്ല, ബട്ട് അവസാനം പറഞ്ഞ് ചതുപ്പിൽ കാലുണ്ടെന്നൊക്കെ. ഓക്കെ, സോ ഹീസ് കോഴി ഇവിടെ ആ ഫസ്റ്റ് വേഴ്സിൽ കോഴിയെ ഒരു കൊട്ടാരം കോഴി സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് വലിയ രീതിയിൽ ബിഗ് ഷോട്ടായിട്ട് വാഴുന്ന ഒരു കോഴി കാണും. ഈ സെക്കൻഡ് വേഴ്സിലായപ്പോഴേക്കും ഒരു കോമൺ മാൻ കുടുംബത്തിന്റെ ഭാരം തോളിലേറ്റിയ ചുവന്ന താടിയുള്ള ചതുപ്പിൽ കാലുള്ള ഒരു കോഴിയാണ് കാണിക്കുന്നത്. സോ ടു വേർഷൻസ്. ഓക്കെ, പാടുണ്ട് പാടുണ്ട്. കാലത്ത് കൂവുന്ന കൂട്ടത്തിൽ ആനട, കാലത്ത് വിരിയുന്ന മുട്ടകൾ എട്ടണം, വഞ്ചിൽ കിടക്കുന്ന പത്തെണ്ണം എടുക്കണം. കാലത്ത് കൂവുന്ന കൂട്ടത്തിൽ ആനട, കാലത്ത് വിരിയുന്ന മുട്ടകൾ എട്ടണം, വഞ്ചിൽ ദേവലോക is giving a real എന്താ പറയാ നാസ്റ്റി ബീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പത്തെണ്ണം എടുക്കണം. കൊട്ടാരത്തിൽ പാഞ്ഞിന് നടക്കും, പായിട്ട് ഇരുത്തണ്ട മൂട്ടിൽ കത്തും, തോക്കിട്ട് പിടക്കേണ്ട കാഞ്ചിക്ക് കൊത്തും, തോക്കിട്ട് പിടക്കേണ്ട കാഞ്ചിക്ക് കൊത്തും. കൊട്ടാരത്തിൽ പാഞ്ഞിന് നടക്കും, പായിട്ട് ഇരുത്തണ്ട മൂട്ടിൽ കത്തും, തോക്കിട്ട് പിടക്കേണ്ട കാഞ്ചിക്ക് കൊത്തും, തോക്കിട്ട് പിടക്കേണ്ട കാഞ്ചിക്ക് കൊത്തും. തിരിച്ചഞ്ഞു കൊത്തിന് തിരിവുകളുണ്ട്, തിരിഞ്ഞു പോകാത്ത പോരിനിയുണ്ട്, ഉണ്ടത് കണ്ടത് കേട്ടവരുണ്ട്. തിരിച്ചഞ്ഞു കൊത്തിന് തിരിവുകളുണ്ട്, തിരിഞ്ഞു പോകാത്ത പോരിനിയുണ്ട്. ഓക്കെ, ഇതാണല്ലേ ദേവലോക. ഓക്കെ, അപ്പൊ 3 ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വെയ്, ഇത് ദേവലോകയാണോ ബി പാക്ക് ആണോ? ഓ സോറി, ഐ തിങ്ക് ദിസ് ഇസ് ബി പാക്ക്. സോറി ഗൈസ്, എനിക്ക് ആളും മാറിപ്പോയതാ, സോറി. ബി പാക്ക് ആണിത്. Okay, directed by Devanshi. Okay, produced by Devaloka. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കോഴി പെരട്ട് ബൈ ബിപാക്, കാക്ക ആൻഡ് ദേവലോക. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കഥിച്ചിട്ടുണ്ട്. ആൻഡ് ആയതിനാൽ രാവണൻ വാഴും, രാവണൻ ആ ഒരു നുസ്റ്റൂയിലേക്ക് കൊണ്ടുപോയി ആ പഴയ റെഫറൻസ് വെച്ചിട്ട്. ഓക്കെ, ഫയർ ട്രാക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ടു കോഴിപ്പെരട്ട്. ആൻഡ് യെസ്, അടുത്ത വീഡിയോസും റിയാക്ഷൻസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.